റാങ്കും, ഐസർ ഓൾ ഇന്ത്യ 6-ാം റാങ്കും, JEE അഡ്വാൻസിന് 1706-ാം റാങ്കും നേടി കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ബ്രില്യന്റിന്റെയും അഭിമാനമായി തീർന്ന അലൻ ജോണിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ വിജയത്തിന്റെ രഹസ്യം നമുക്ക് അലൻ ജോണിയോട് തന്നെ ചോദിച്ചറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ട്ലി കൺഗ്രാറ്റ്സ് മോനെ. കാരണം നമ്മുടെ ഈ ഒരു കേരളം തൊട്ട് ഇന്ത്യയിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഉറ്റുനോക്കുന്ന ഒരു നേട്ടമാണ് അല്ലേ? അപ്പം ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. സോ ഹാർട്ട്ലി കൺഗ്രാറ്റ്സ്. അപ്പൊ ഈ ഒരു നിമിഷം ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നേടിയിട്ട് ബ്രില്യന്റിന്റെ കൂടെ മോന്റെ ഈ ഒരു വിജയം ആഘോഷിക്കാൻ ഇനി ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്താണ് മോൻ ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ഞാൻ ഹാപ്പി ഫീൽ ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് ദൈവം ഇത്രയാണെങ്കിൽ എന്നെ ബ്ലെസ് ചെയ്തു ഇത്ര നല്ല വിജയം കൈവരിക്കാൻ വേണ്ടി. അപ്പോൾ ദൈവത്തിന് നന്ദി. ആൻഡ് എൻ്റെ പേരൻസും എൻ്റെ ഗ്രാൻഡ് പേരൻസും എൻ്റെ ടീച്ചേഴ്സും അവരുടെ ബ്ലെസ്സിങ്സ് എല്ലാം ഈ റിസൾട്ട് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നല്ലൊരു ഒരു മാർക്കോട് കൂടി ഈ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തു. അപ്പം മോൻ പഠിച്ച ആ ഒരു രീതി, സ്റ്റഡി സ്ട്രാറ്റജീസും ആ സ്റ്റഡി പ്ലാനും അതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ റെഗുലർ റിവിഷൻസ് ഒക്കെ നടത്തുമായിരുന്നു. പിന്നെ ഒരു കോൺസെപ്റ്റ് കിട്ടിയാൽ അതാണെങ്കിൽ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ നോക്കാം. പക്ഷെ അത് ഡിറ്റർമിനേഷനോടെ ആണെങ്കിൽ എന്നെ പെർസ്യൂ ചെയ്യുമായിരുന്നു. ഏത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്നെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് ആണെങ്കിൽ തേടുമായിരുന്നു, അല്ലെങ്കിൽ സ്വന്തമാണെങ്കിൽ ഇച്ചിരി ടൈംസ് വേണ്ടി അത് ക്രാക്ക് ചെയ്യാൻ നോക്കുമായിരുന്നു. പിന്നെ ഡെയിലി പഠിക്കുമായിരുന്നു. ഒരു 3-4 hours ആണെങ്കിൽ ഡെയിലി പഠിക്കുമായിരുന്നു സ്കൂൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ. പിന്നെ ബ്രില്യൻ്റ് തന്നെ ഈ സ്കൂളിലെ പഠിത്തമാണെങ്കിൽ ഈസി ആക്കിയിട്ടുണ്ട് ഒരു വലിയ ഡിഗ്രിയിൽ. പിന്നെ അറ്റ് ദ സെയിം ടൈം മോഡൽ എക്സാംസും എഴുതി എനിക്കാണെങ്കിൽ ഒരു എക്സാം ഫിയർ ആണെങ്കിൽ ഓവർകം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ബ്രില്യൻ തരുന്ന സപ്പോർട്ടും മോട്ടിവേഷനും ഒരു വലിയ ഫാക്ടറായിരുന്നു. അപ്പോൾ മോൻ ഇപ്പം റെസിഡൻഷ്യൽ ബാച്ചിലാണ് അല്ലെ? JEE അഡ്വാൻസിന്റെ റെസിഡൻഷ്യൽ ബാച്ചിലാണ് ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സ്കൂളിൽ +1 +2 ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു എൻട്രൻസ് കോച്ചിങ് എന്നുള്ള രീതിയിലായിരുന്നല്ലോ. അപ്പൊ അത് ഒരു ബേർഡൻ ആയിട്ട് തോന്നിയിരുന്നോ, അതോ നമ്മുടെ പ്രിപ്പറേഷനും അല്ലെങ്കിൽ സ്കൂൾ ലൈഫിനും അത് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ബെനിഫിഷ്യൽ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ സ്കൂൾ ഇച്ചിരി കൂടി ഈസി ആയിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ വളരെ ബെനിഫിഷ്യൽ ആയിരുന്നു. റിവിഷൻസും ആണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് വഴി, വീക്ക്ലി ടെസ്റ്റും മോഡൽ എക്സാംസും വഴി റെഗുലർ റിവിഷൻസും നടത്താൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ഡ്യൂറേഷനിൽ. അപ്പോൾ റിവിഷൻസ് തന്നെ നടത്തുമ്പോൾ സ്കൂളിലെ ഒബ്വിയസ്ലി ഈസി ആയിട്ട് മാറാം. 12th ഗ്രേഡിലും ഒരു ബേർഡനായി തോന്നിയില്ല. എനിക്കാണെങ്കിൽ സ്കോർ ചെയ്യാനും പറ്റി നല്ലതായിട്ട് 12th ഗ്രേഡ് എക്സാമിൽ. അപ്പം ഇപ്പോ ഈ ഒരു എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ വിദ്യാർത്ഥികളോട് മോൻ എന്താണ് പറയാനുള്ളത്? ഡിറ്റർമിനേഷനോട് മുന്നോട്ട് പോവുക. എവിടെയെങ്കിലും സ്റ്റക്ക് ആയാൽ ഇച്ചിരി ഫെയിലിയർ വന്നാൽ അത് ഗിവ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇച്ചിരി കൂടെ സാൽവേജ് ചെയ്യാൻ നോക്കണം. നമ്മളുടെ അബിലിറ്റീസിൻ്റെ ബെസ്റ്റ് നമുക്ക് നേടാൻ നോക്കണം. അല്ലാതെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നു അതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അതിലൊരു കോൺഫിഡൻസ് വെച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നു. കോമ്പറ്റീഷൻ ഹെൽത്തി ആവണം. അല്ലാതെ എൻ്റെ ക്ലാസ്സിലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. ഇൻ ദ സെൻസ് റാങ്കിന് നമ്മൾ കോമ്പീറ്റ് ചെയ്യുമായിരുന്നു, പക്ഷേ നമ്മൾ ഈച്ച് അതറിനെ ഹെൽപ്പ് ചെയ്യും. ഒന്നിച്ച് നമ്മളാണെങ്കിൽ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അലൻ പറയുന്നത് സ്ട്രോങ് ഡിറ്റർമിനേഷനും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടഫ് ആയിട്ടുള്ള എക്സാം ആണെങ്കിൽ പോലും അത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷെ അത് മാത്രം പോരാ, അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും സഹപാഠികളുടെ സപ്പോർട്ടും ഒരുപോലെ വേണം. അപ്പൊ നമുക്ക് അലന്റെ ഫാമിലിയോട് ചോദിക്കാം എങ്ങനെയായിരുന്നു ഈ ഒരു ജേർണി അവർക്ക് എന്നുള്ളത്. സർ, ഇപ്പം മകൻ അത്രയും മിന്നും നേട്ടം കൈവരിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പം സാറിന് എന്താണ് ഇപ്പോൾ ഒരു ഫീലിംഗ് എന്താണ്? ഞങ്ങളൊരു റിയലി ഒരു പ്രൗഡ് പാരൻസ് ആയ മീൻസ് ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ് കിട്ടിയ അലന്. ഇപ്പം അലൻ വഴിയാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഫെഡറൽ ബാങ്കിൽ പോയപ്പോഴും അവർ അലൻ്റെ ഫോട്ടോ ഓൾറെഡി കണ്ടായിരുന്നു. അപ്പോൾ അത് കീം 100% അതിൻ്റെ റിസൾട്ട് അന്ന് വന്ന സമയമാണ്. അപ്പോൾ അവർ അലനെ കണ്ടിട്ട് അലൻ്റെ വഴി ഞങ്ങൾ പരിചയപ്പെടുന്നത് ആ രീതിയായിപ്പോൾ. റിയലി വി ആർ വെരി പ്രൗഡ് ഓഫ് ഹിം. ആൻഡ് ഇതിനകത്ത് ഈ അച്ചീവ്മെൻറ്റിൽ ബ്രില്യൻറ്റിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ
ബ്രില്യൻറ്റ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇതിനകത്ത്. അലൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി അവർ എല്ലാ വീക്ക്ലി ടെസ്റ്റും മോഡൽ എക്സാംസ് എല്ലാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി ആ സ്റ്റുഡൻറ്റിൻ്റെ ആ ഫിയർ പോവുക, ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫിയർ മാറി മാറി വരിക. അത് ആ ഫിയർ ഓവർകം ചെയ്യാൻ വേണ്ടി അലന് ഈ എക്സാംസ് എല്ലാം വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതൊക്കെ ആയിരിക്കും ഇത്രയും വലിയ ലാസ്റ്റ് വന്നിട്ട് ഒരു വലിയ വലിയ അച്ചീവ്മെന്റിലോട്ട് മാറി അലൻ. താങ്ക് യു. അപ്പം ഇപ്പൊ ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നത് വരെ ആ ഒരു പ്രിപ്പറേഷൻ്റെ ആ ഒരു ജേർണി അതിൽ സാറും മാഡം എല്ലാവരും കൂടെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. സോ അപ്പം അലൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ അവൻ്റെ ഫിയർ, അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കുവാനും അവനെ മോട്ടിവേറ്റ് ചെയ്യുവാനും പാരൻസ് എന്ന നിലയിൽ നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയൊരു പങ്ക് എൻ്റെ വൈഫ് ലീന അനിലിൻ്റെ തന്നെയാണ്. ഇതിനകത്ത് വൈഫ് ഇവൻ ഡിപ്രസ് ആകുമ്പോഴേമൊക്കെ വളരെ ഒരു സ്നേഹത്തോടെ ഒരു മോട്ടിവേറ്റ് ചെയ്ത് അതിനെ തിരിച്ച് ഒരു ഫൈറ്റ് ബാക്ക് ചെയ്യാനുള്ള രീതിയിൽ കൊണ്ടുവരുന്നത് അത് വൈഫിൻ്റെ വലിയ. പിന്നെ എൻ്റെ സപ്പോർട്ട് പൊതുവെ എല്ലായിടത്തും കൊണ്ടുപോകാനും എവിടെ ചെയ്യാനോ എന്തോ വേറെ ഹെൽപ്പ് വേണമെങ്കിലും ആ ടൈപ്പ് സപ്പോർട്ട്സ് എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മോറൽ സപ്പോർട്ട് വൈഫ് ലീന അനിലിൻ്റെ ഒരു വലിയ മദറിൻ്റെ തന്നെയാണ് ഒരു വലിയ മോറൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം, പ്ലസ് 1 പ്ലസ് 2ൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് സാറ് ബ്രില്യൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്തു? അതെ, ബ്രില്യൻ്റ് ചൂസ് ചെയ്യാനുള്ള അലൻ പഠിച്ചത് 8th വരെ ഷാർജ ഡൽഹി പ്രൈവറ്റ് സ്കൂളിലാണ്. അപ്പോൾ 8th കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് എങ്ങനെയായാലും കേരളത്തിൽ വരണം, കാരണം ഹയർ എഡ്യൂക്കേഷൻസ് കേരളത്തിലാണ് ബെസ്റ്റ്. അതെ, അപ്പം ഞങ്ങൾ കുറേ റിസർച്ച് ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മക്കൾ ഓൾറെഡി ബ്രില്യൻ്റ് ചെയ്തിട്ടുള്ളതാണ്, അവരുടെ ഫീഡ്ബാക്കും കിട്ടി. അങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേന് നമുക്ക് എല്ലാം റിസർച്ച് എല്ലാം ചെയ്തപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു കൺക്ലൂഷൻ പറഞ്ഞ ബ്രില്യൻ്റ് വാസ് ദ ബെസ്റ്റ്, ആക്ച്വലി ബെസ്റ്റ് ഓപ്ഷൻ ടു ചൂസ് at that time also. 4 years back, it was 4 years back. So Brilliant was the best option. So we wanted to give him the best option, and Brilliant was the best option for Kerala. So we went for Brilliant actually. Brilliant ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരുന്നു ഇപ്പം പ്രൂവ് ചെയ്തിരിക്കുകയാണ് ബ്രില്യന്റും അലനും. അമ്മയാണ് മക്കളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് അല്ലെ? അപ്പം മകൻ ഇത്രയും നല്ലൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. അപ്പം അതിൽ അമ്മയുടേതായ റോൾ, ഇപ്പം അച്ഛൻ പറഞ്ഞു അമ്മയുടേതായ റോള് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്ന്. അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു അത് ഫീൽ ചെയ്തിരുന്നത്? പേരൻസ് എന്താണെങ്കിലും മക്കൾക്ക് ആ സപ്പോർട്ട് ഏത് രീതിയിലും ഫാദർ മദറും അവരവരുടേതായ രീതിയിൽ ചെയ്യും. ഫാദറാണ് നമ്മളുടെ ബാക്ക് ബോൺ. നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മോനും മോറലായിട്ട് രണ്ടുപേരും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് അവനെ കൊണ്ടുപോകാൻ പറ്റി. ഡിപ്രഷൻ ഉണ്ടാവും, ആ സമയത്തൊക്കെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുത്താൽ അത് നന്നായിട്ട് വരും. അതുപോലെ നമ്മളുടെ സപ്പോർട്ടിനേക്കാൾ ഉപരി അലൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ചിഞ്ചു മാം, കോർഡിനേറ്റർ മെൻറ്ററായിരുന്ന ശ്രീനാഥ് സാറ്, പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കോർഡിനേറ്റർ ബിനിൽ സാറ്, MP റാവു സാറ്, ബാക്കി പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ എപ്പോഴാണെങ്കിലും നമ്മൾ വിളിച്ചാലും ഒരു ഡൗട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് ഹെൽപ്പിനും റെഡിയായിട്ട് അവരുള്ളായിരുന്നു. അവരുടെ സപ്പോർട്ട് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിന് വളരെ താങ്ക്ഫുള്ളാണ്. ബ്രില്യൻറ്റിനോടും എല്ലാവരോടും ദൈവത്തിനോടും നന്ദി പറയുന്നു. ഇപ്പോൾ മോൻ ഇത്രയും നല്ലൊരു നേട്ടം നേടിയിട്ട് വിജയശ്രീ ലാളിതനായിട്ട് തന്നെ ഇവിടെ നിൽക്കുവാണ്. അപ്പം ഇനി മോൻ്റെ ഫ്യൂച്ചർ ലൈഫിലേക്കുള്ള എല്ലാ അച്ചീവ്മെൻറ്റ്സിനും നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് ഓൾ ദ വെരി ബെസ്റ്റ് മോനെ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.